ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ള അരി എടുത്ത് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള പൊരിച്ചോരി എടുക്കുക, നട്ട്സും കിസ്മിസൊക്കെ പൊരിച്ചോരി എടുക്കുക. അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള നിലയിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് തിളച്ച് വരുമ്പം അരി കഴുകി അരി വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നെയ്ച്ചോറ് പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പുളിക്ക് ആവശ്യമായ കുറച്ച് തൈരും പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ റൈസൊക്കെ ഇട്ടിട്ട് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയായി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കും.